ശ്രീഹരയേ നമഃ. ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 6 ധ്യാനയോഗം ശ്ലോകം 36 മുതൽ 40 കൂടി. അസംയദാത്മനാ യോഗഃ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതതാ ശക്യോ വാപ്തുമുപായതഃ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതഃ യോഗാച്ചലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. കച്ചിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി. അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പഥി. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷതഃ. ത്വദന്യഃ സംശയസ്യാസ്യ ഛേത്താ നഹ്യുപപദ്യത്തെ. ഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹരി ഓം. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. മുൻ ദിവസം ഭഗവത്ഗീത 6-ാം അധ്യായത്തിലെ 35 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കേട്ടു. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ വശത്താക്കി ബ്രഹ്മാനുഭവം എന്ന യോഗം പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഉപായങ്ങളെ ആശ്രയിച്ച് മനോജയം നേടാത്തയാൾക്ക് തീർച്ചയായും യോഗം അസാധ്യമാണ്. ഇതാണ് 36-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. അസംയദാത്മനാ യോഗ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു ഏതതാ ശക്യോ വാപ്തും ഉപായതഃ. അസംയദാത്മന അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ വശപ്പെടുത്താത്തയാൾക്ക് യോഗഃ ദുഷ്പ്രാപഃ ബ്രഹ്മാനുഭവം നേടുക എളുപ്പമല്ല. ഇതി മേ മതിഃ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുന്നു. വശ്യാത്മനാതു അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് മനസ്സിനെ വശത്താക്കിയ ആൾക്ക് ഉപായതഃ യതതാ മുൻവിവരിച്ച സവികൽപ്പ നിർവികൽപ്പ യോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നതായാൽ അവാപ്തും ശക്യഃ സർവത്ര സമദർശന രൂപമായ യോഗം പ്രാപിക്കാൻ കഴിയും, തീർച്ചയാണ്. അതായത് അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ വശപ്പെടുത്താത്ത ആൾക്ക് ബ്രഹ്മാനുഭവം നേടുക എന്നുള്ളത് എളുപ്പമല്ല. എന്നാൽ അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് മനസ്സിനെ വശത്താക്കിയ ആൾക്ക് സവികൽപ്പ നിർവികൽപ്പ യോഗങ്ങളിൽ കൂടി കടന്നു പോയാൽ സർവത്ര സമദർശന രൂപമായി യോഗം പ്രാപിക്കാൻ കഴിയും. ഈ അഭ്യാസ വൈരാഗ്യങ്ങൾ കുറെ കാലം പരിശീലിക്കണം. അങ്ങനെ പരിശീലിച്ചു വരുമ്പോൾ മനസ്സിനെ വശത്താക്കാൻ സാധിക്കും. മനസ്സ് വശമായി കഴിഞ്ഞാൽ ഏകാന്ത ധ്യാന വേളയിൽ സമാധി അനുഭവത്തിന് അത് ഭാഗപ്പെട്ടു കിട്ടും. ചിത്തപ്രസാദം നേടി സവികൽപ്പ സമാധി അനുഭവിച്ചു തുടങ്ങിയാൽ കുറെ കാലം കൊണ്ട് അത് പാകമായി നിർവികൽപ്പ സമാധി യോഗ്യമായി തീരും. നിർവികൽപ്പ സമാധിയും അതിലെ അനുഭവം സർവത്ര സമദർശനമെന്ന ആ ബ്രഹ്മനിഷ്ഠയിലേക്ക് നയിക്കും. ഇതിനൊക്കെ വേണ്ടി വരുന്ന കാലയളവ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് എങ്ങനെയായിരിക്കും? നമ്മൾ പൂർവജന്മങ്ങളിൽ ചെയ്ത് വെച്ചിട്ടുള്ള സഞ്ചിത കർമ്മവാസനയുടെ അളവിന് അനുസരിച്ചായിരിക്കും. പിന്നെ ഇതിനെ ക്ഷയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ യത്നിക്കുന്നു എന്നതിനെയും അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും. ഓരോ ഘട്ടവും പാകപ്പെടാനുള്ള കാലയളവ്
നിർണയിക്കപ്പെടുന്നത് ഇതിനെ അനുസരിച്ചായിരിക്കും. പക്ഷെ ഒരു കാര്യം, അർപ്പണബുദ്ധി കൊണ്ട് നേടാവുന്ന ഈശ്വര കാരുണ്യമാണ് എല്ലാം സാധ്യമാക്കേണ്ടത്. നമ്മളുടെ അതിനോടുള്ള ആ ആറ്റിറ്റ്യൂഡ് ഏത് തരത്തിലാണോ അതനുസരിച്ചായിരിക്കും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനന് വീണ്ടും സംശയങ്ങൾ വരികയാണ്. ഈ ജന്മത്തിൽ നമ്മളിതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചു, യോഗ അഭ്യസിക്കാൻ തുടങ്ങി. യോഗം അതിൻ്റെ ആ ഫലപ്രാപ്തിയിൽ എത്തിയില്ല. ഇപ്പം ലോകസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റിയില്ല. അതൊക്കെ ത്യജിച്ചിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്. എന്നാൽ ആ യോഗമൊട്ട് ഫലിച്ചതുമില്ല. അപ്പോൾ ഈ ജീവിതം ആകെ വ്യർത്ഥമായിട്ട് പോയില്ലേ? ജീവിതം ലൗകിക സുഖങ്ങളോട്ട് അനുഭവിച്ചുമില്ല, ആ യോഗ സാധനയുടെ അവസാനത്തിൽ എത്തിയുമില്ല, വ്യർത്ഥമാവില്ല ഈ ജീവിതം എന്ന് അർജുനൻ ചോദിക്കുന്നതാണ് അടുത്തത്. ആയതി ശ്രദ്ധയോപേതഃ യോഗാചലിത മാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അല്ലയോ കൃഷ്ണ, ചിത്തം പൂർണ്ണമായി കീഴടക്കാൻ കഴിയാത്തയാളും എന്നാൽ ഗുരുവാക്യത്തിലും സത്യത്തിലും അചഞ്ചലമായ വിശ്വാസമുള്ളയാളും യോഗം അഭ്യസിച്ചിട്ടും കർമ്മവാസന ഒടുങ്ങായിക നിമിത്തം ആത്മാനുഭവത്തിന് പാത്രമാകാതെ മനസ്സ് വിഷയങ്ങളിൽ മോഹിച്ചു പോകാൻ ഇടയായാൽ യോഗത്തിൻ്റെ പരമഫലമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയാതെ എന്ത് സ്ഥിതിയെ പ്രാപിക്കാൻ ഇടവരും? അതായത് നമ്മൾ ഗുരുവാക്യം പറയുന്നു, ഗുരു പറയുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമദർശനം കിട്ടും എന്ന് പറയുന്നു. ആ ഗുരുവിൻ്റെ വാക്യത്തിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാ വസ്തുസ്ഥിതിയെ കിട്ടും, അതിൻ്റെ സിദ്ധാന്തപരമായ അറിവിലും സംശയമില്ല. ആ യുക്തിക്ക് ബോധ്യമായ വസ്തുസ്ഥിതി അനുഭവിച്ചറിയാൻ വേണ്ടി അഭ്യാസ വൈരാഗ്യങ്ങളോടൊപ്പം യോഗ പരിശീലനവും ആരംഭിച്ചു. പക്ഷെ നമ്മളുടെ മുജ്ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന കർമ്മവാസന എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ആ കർമ്മവാസന ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് മനസ്സ് പൂർണ്ണമായിട്ട് വശപ്പെട്ട് കിട്ടില്ല. ആ വാസനയൊക്കെ ക്ഷയിച്ച് ഏകാന്ത ധ്യാനത്തിൽ പ്രസാദം സാധ്യമാകണമെങ്കിൽ ഈ കർമ്മവാസനകൾ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് പൂർണ്ണമായി ക്ഷയിച്ചു പോയാൽ മാത്രമേ മനസ്സ് ഏകാന്തപ്പെടുള്ളൂ. മനസ്സ് ചിലപ്പോഴൊക്കെ വിഷയങ്ങളിൽ മോഹിക്കാൻ ഇടയാവുകയും ചെയ്യും. ഇങ്ങനെ യോഗാഭ്യാസത്തിൽ ഏർപ്പെട്ടിട്ടും യോഗഫലമായ ബ്രഹ്മപ്രാപ്തി തടയപ്പെട്ടു പോയാൽ പിന്നീട് അയാളുടെ ഗതി എന്താണ്? ഇതാണ് അർജുനന്റെ സംശയം. അപ്പം തൻ്റെ സംശയത്തിൽ അന്തർഭവിക്കുന്ന ആശങ്ക എന്താണെന്ന് ഒന്നുകൂടി അർജുനൻ അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുകയാണ്. കച്ചിന്നോ ഭയവിഭ്രഷ്ടഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപഥി. ധീരനായ അല്ലയോ കൃഷ്ണ, യോഗഭ്രഷ്ടനായ ജിജ്ഞാസു ബ്രഹ്മാന്വേഷണ മാർഗത്തിൽ ഒന്നും അറിയാൻ കഴിയാത്തവനായി ഒരുറപ്പും വരാതെ ലൗകിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും നിന്ന് ഒരുപോലെ വഴുതി വീണവനായി കാറ്റിൽപ്പെട്ട് തകരുന്ന ഒരു മേഘഖണ്ഡമെന്ന പോലെ നശിച്ചു പോവുകയില്ലയോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ ലൗകിക ജീവിതം നയിക്കുന്നതിന് ഇടയിൽ തന്നെ യോഗം അഭ്യസിച്ചു. എന്നിട്ട് ബ്രഹ്മപ്രാപ്തി നേടുക, അല്ലെങ്കിൽ ലോകസുഖങ്ങളിൽ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം,
യോഗ അഭ്യസിച്ച് ബ്രഹ്മപ്രാപ്തി നേടാം. അല്ലെങ്കിൽ ലോകസുഖങ്ങളിൽ മുഴുകി ലൗകിക ജീവിതം നയിച്ച് അവസാനം വരെ ആ സുഖത്തിൽ കഴിയാം, ലൗകിക സുഖത്തിൽ. ഇങ്ങനെ 2 തരം ജീവിതമാണ് ഒരാളുടെ മുന്നിലുള്ളത്. നിവൃത്തി മാർഗം അഥവാ ശ്രേയസ്, പ്രവൃത്തി മാർഗം അഥവാ പ്രേയസ് എന്നൊക്കെയാണ് ഈ ജീവിതങ്ങളുടെ സാങ്കേതിക നാമങ്ങൾ. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറയേണ്ടത്. നിവൃത്തി മാർഗം അഥവാ ശ്രേയോമാർഗം അംഗീകരിക്കുന്ന ആളിൻ്റെ പ്രധാന ഉപായങ്ങളാണ് യോഗാഭ്യാസവും വൈരാഗ്യവും. ഈ ഉപായങ്ങൾ അംഗീകരിക്കുന്നയാൾക്ക് പ്രവൃത്തി മാർഗത്തിലെ അഥവാ പ്രേയോമാർഗത്തിലെ സുഖമെല്ലാം അപ്പടി അനുഭവിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് തീർച്ച. ഇപ്പൊ പ്രേയോമാർഗത്തിൽ നിന്ന് വഴുതി പോവുകയും ചെയ്തു. ശ്രേയോമാർഗത്തിലെ ആത്മസുഖമാകട്ടെ അഭ്യാസം പാകപ്പെട്ട് വന്ന് സ്വയം വന്നു ചേരേണ്ടതാണ്. ഇപ്പൊ കർമ്മവാസനയുടെ കൂടുതൽ കുറവനുസരിച്ചാണ് ഈ അഭ്യാസം പാകപ്പെടുക. ഈ ജന്മത്തിൽ തന്നെ കർമ്മവാസനകൾ വേണ്ട പോലെ ക്ഷയിച്ചിട്ടില്ല, ആത്മസുഖം കിട്ടിയില്ലെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്തായി? ശ്രേയോമാർഗത്തില് ഉറപ്പ് വന്നില്ല. ഈ ആകാശത്തില് ഉള്ള മേഘഖണ്ഡം നിറയെ മേഘം ഉണ്ടാവും. മഴ പെയ്യാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കാറ്റടിക്കുമ്പോൾ അത് ചിന്തിച്ചെതറി പല വശത്തേക്ക് പോകും. ഇതേപോലെ ആ ആത്മധ്യാനം മുഴുവനായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തി യോഗഭ്രഷ്ടനായി തീരില്ലേ? ഈ കാറ്റിൽ ചിന്നിച്ചെതറി പോകുന്ന മേഘം പോലെ അയാള് ആ ശ്രേയോമാർഗത്തിൽ മുഴുവനായിട്ട് എത്തിയില്ല, ഇതിൽ പരാജിതനായി. പ്രേയോമാർഗത്തിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് അർജുനന്റെ സംശയം. എന്തായാലും സത്യാന്വേഷണ മാർഗത്തിൽ താൻ ഗുരുവായി അംഗീകരിച്ച കൃഷ്ണന്റെ കഴിവ് അർജുനന് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണനല്ലാതെ ഈ സംശയത്തിന് നിവൃത്തി വരുത്താൻ വേറെ ആരെയും കാണില്ല എന്ന് അർജുനൻ തുറന്നു സമ്മതിക്കുന്നതാണ് അടുത്ത ശ്ലോകം. ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ഛേത്താന ഹ്യുപപദ്യതേ. അല്ലയോ കൃഷ്ണ, എൻ്റെ ഈ സംശയം പൂർണ്ണമായി മാറ്റിത്തരാൻ അങ്ങ് കടപ്പെട്ടവനാണ്. ഈ സംശയം മാറ്റാൻ കഴിവുള്ളവനായി അങ്ങല്ലാതെ മറ്റാരും ഇല്ല. ആത്മാന്വേഷണ മാർഗത്തിലേക്ക് കടക്കുന്നവർക്ക് സ്വാഭാവികമായി വന്നു ചേരാവുന്നതും അവശ്യം ഒഴിവാക്കപ്പെടേണ്ടതുമായ ഈ സംശയം, പൂർണ്ണമായ ബ്രഹ്മാനുഭവം ചിലപ്പോൾ പല ജന്മങ്ങൾ കൊണ്ടേ നേടാൻ സാധിക്കുള്ളൂ. ഗീതയിൽ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജന്മം കൊണ്ട് നേടുന്ന മനസ്സിൻ്റെ പാകത അടുത്ത ജന്മത്തിൽ തുടരുന്നില്ല എന്ന് വന്നാൽ ആത്മാന്വേഷണ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണ അതോടെ ഇല്ലാതാകും. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ആത്മാന്വേഷണം കൂട്ടിച്ചേർക്കാൻ അർജുനനോട് ആവശ്യപ്പെടുന്ന കൃഷ്ണൻ ഈ സംശയത്തിന് വ്യക്തമായി മറുപടി നൽകണം എന്നുള്ള രീതിയിലാണ് അർജുനൻ പറയുന്നത്. തൻ്റെയും മറ്റുള്ളവരുടെയും ജന്മജന്മാന്തരങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാന് വളരെ കൃത്യമായിട്ടറിയാം. ഭഗവാനെ അർജുനൻ തൻ്റെ ആധ്യാത്മ ഗുരുവായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അർജുനന്റെ ഈ സംശയം പൂർണ്ണമായി മാറ്റിക്കൊടുക്കാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. ഭഗവാൻ പറയുന്ന മറുപടി എന്താണെന്ന് നോക്കാം. ഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താപഗച്ഛതി. അർജുന, യോഗമാർഗത്തിൽ കടന്ന യത്നം ആരംഭിച്ചയാളിന് ഈ ലോകത്തിൽ കേവല ലൗകികന് വരാവുന്നതുപോലെ ഒരു പതനം
സംഭവിക്കുന്നില്ല തന്നെ, പരലോകത്തും സംഭവിക്കുന്നില്ല. കുഞ്ഞെ, ചിത്തശുദ്ധി മുൻനിർത്തി ഈശ്വരാർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരുവൻ അധോഗതിയെ ഒരിക്കലും പ്രാപിക്കുന്നില്ല. ഇതാണ് 40ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശുഭകർമ്മം ചെയ്യുന്നവർക്ക് ഒരിക്കലും പതനമില്ല. അവർ ക്രമേണ സത്യത്തെ സമീപിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ശുഭകർമ്മം? കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും കുറഞ്ഞ ചിത്തശുദ്ധിക്ക് സഹായിക്കുന്ന ഏത് കർമ്മവും ശുഭകർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാരാധന എന്ന ഭാവനയോടെ അനുഷ്ഠിച്ചെങ്കിലേ അത് സാധ്യമാകും. നമ്മൾ സാധാരണ പറയാറുണ്ട്, കായേന വാച, ചെയ്തു കഴിഞ്ഞാൽ അവസാനം പറയും കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത്. അവിടെ കർത്തൃത്വ ഭാവവും ഭോക്തൃത്വ ഭാവവും കുറഞ്ഞു വരുന്തോറും കാമക്രോധമാത്സര്യാദികൾ അകന്ന് ഈ ലോക ജീവിതം കൂടുതൽ കൂടുതൽ സുഗമമായി തീരും. സമാധി അനുഭവമോ ആത്മസാക്ഷാത്കാരമോ ഉണ്ടായില്ലെങ്കിൽ പോലും ക്ലേശകരങ്ങളായ ജീവിത പ്രശ്നങ്ങളെ വലിയ വികാര വിക്ഷോഭമൊന്നുമില്ലാതെ നേരിടാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു ജീവിത വിജയം ആകും എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് യോഗമാർഗത്തിലേക്ക് കടന്നവന് ഈ ലോകത്തിൽ വിനാശമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങൾ നിരന്തരം വളർത്തി ഈശ്വരനെ മറന്ന് കർമ്മം ചെയ്യുന്ന ആൾ ഭൗതികമായി എത്ര ഉയർന്ന നിലയിൽ എത്തിയാലും നിസാര കാര്യങ്ങളിൽ പോലും സദാ രാഗദ്വേഷബദ്ധനായി ഉഴന്നുകൊണ്ടിരിക്കും. അതാണ് അയാളുടെ വിനാശം. യോഗാനുഷ്ഠാന ശ്രമം നിമിഷം തോറും ജീവിതത്തെ പ്രകാശത്തിൻ്റെതായ മാർഗത്തിലേക്ക് നയിക്കും. യോഗാനുഷ്ഠാനമില്ലാത്ത ജീവിതം നിമിഷം പ്രതി ഇരുട്ടിൻ്റെ മാർഗത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കല്യാണകൃത്തിന് ദുർഗതിയില്ല തന്നെ. കല്യാണകൃതം മംഗളം ശുഭം എന്നൊക്കെയാണ്. ഇനി യോഗമാർഗത്തിലേക്ക് കടക്കുന്ന ആളുടെ വിനാശമില്ല എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം കേൾക്കാം. ശ്രീഹരയേ നമഃ.